അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇപ്പോൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഇതൊരു ഉഡായിപ്പ് സംഗമമാണ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് വെച്ച് ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് എന്തെല്ലാം കെടുതികൾ വന്നിട്ടുണ്ടോ ആ കെടുതികളുടെ ഉത്തരവാദിത്തം മുഴുവൻ ദേവസ്വം ബോർഡിനാണ് എന്ന വിശദീകരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. അതവർ നോക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയാണ്. മാത്രവുമല്ല, നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വി.എൻ. വാസവൻ ഒരു പ്രസ്താവന നടത്തിയല്ലോ. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം ദേവസ്വം ബോർഡിന് തിരികെ നൽകി എന്ന് ഒരു അസത്യ പ്രസ്താവന നിയമസഭയിൽ നടത്തുക കൂടി ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു പണം ദേവസ്വം ബോർഡിലേക്ക് പിരിഞ്ഞു കിട്ടിയിട്ടില്ല എന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ട് പറയുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സർക്കാർ ഇതിൽ നിന്നും കൈ കഴുകാനാണ് സർക്കാരിൻ്റെ നീക്കം? അല്ല, ഒന്ന് നീലിമ, നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടന്ന ആ ഘട്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ഈ സംഗമം നടക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിനിധികൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് അതിനടിച്ച കട്ടൗട്ടറുകൾ അങ്ങ് ഓർക്കുന്നുണ്ടാവില്ല. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലൊരു അയ്യപ്പ അതിനെ കുറിച്ചുള്ള ഒരു രൂപം, ഒരു സങ്കല്പമുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോയും അതിൻ്റെ മുകളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വലിയ കട്ടൗട്ടറും വെച്ചാണ് കേരളം മുഴുവൻ ഇതിൻ്റെ പ്രചരണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് നടത്തുന്നത് എന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ട് ശ്രീ പിണറായി വിജയന്റെ വലിയ കട്ടൗട്ടർ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി കേരളം മുഴുവൻ നടത്തിയത്. അന്ന് നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിക്കാണ് എങ്കിൽ ദേവസ്വം ആസ്ഥാനം തിരുവനന്തപുരത്തല്ലേ ഇത് നടത്തേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പട്ടണത്തിലല്ലേ നടത്തേണ്ടത്? ഇത് ശബരിമലയിൽ മാത്രമായിട്ട് ഇല്ലെങ്കിൽ പമ്പയിൽ ഇത് നടത്തുന്നതിന്റെ ഔചിത്യം എന്താണ് എന്നൊക്കെ അന്ന് നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ അത് കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞതുപോലെ ഉത്തരങ്ങളില്ലാത്തത് കൊണ്ട് ഇവർ ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പം നമ്മളോട് പറഞ്ഞത് എന്താ? 51 വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളോ വന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു അദ്ദേഹത്തിന്റെ പേര് ശ്രീ പളനിയപ്പൻ ത്യാഗരാജൻ, അവിടുത്തെ ധനകാര്യമന്ത്രി, അദ്ദേഹം വന്നിരുന്നു. യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസ അന്ന് വായിക്കുകയുണ്ടായി. പിന്നെ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശ പ്രതിനിധികളൊന്നും വന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള അവിടെ സെറ്റിലായിട്ടുള്ള ചില ആളുകളൊക്കെ വന്നു. 51 രാഷ്ട്രത്തിൽ നിന്ന് വന്നു എന്നുള്ളതൊക്കെ കണക്ക് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഈ സംഗമം നടക്കുമ്പോൾ വിവിധ സംഘടനകളും വ്യക്തികളും ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി പറഞ്ഞ ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാണ് തിരിച്ചുവിട്ടത്. അപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്തിരുന്ന ഹർജികളിൽ സർക്കാർ വന്ന വാദം എന്തായിരുന്നു? ഹൈക്കോടതി എന്ത് ഉറപ്പിലാണ് അനുമതി കൊടുത്തത്? അനുമതി മറ്റൊന്നുമല്ല, സർക്കാർ ഖജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ 1 രൂപ പോലും ഇതിന് ചെലവഴിക്കുകയില്ല. 3 കണ്ടീഷനാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബാക്കി 2 കണ്ടീഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, 45 ദിവസം എന്നുള്ളതൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ സുപ്രീം കോടതിയിൽ, അത് സത്യവാങ്മൂലമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന, അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെയോ സംസ്ഥാന ഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമുതലിൽ നിന്നോ ചെലവഴിക്കാതെ സ്പോൺസർഷിപ്പ് വഴി മാത്രമായിരിക്കും ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള തുക കണ്ടെത്തുന്നത് എന്നാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഉത്തരവ്. ഞാനിപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ സാർ ഇവിടെയുണ്ട്. അദ്ദേഹം CPM വേണ്ടിയൊന്നും അല്ല സംസാരിക്കുന്നത്, അദ്ദേഹം സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന ആൾ, അതിലൊക്കെ നമുക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സാർ, സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഹൈക്കോടതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന വേളയിൽ കൊടുത്ത ഉറപ്പ് 1 രൂപ പോലും ദേവസ്വം ബോർഡിന്റെ പൈസ ഞങ്ങൾ ചെലവഴിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ വൈകിട്ടാണല്ലോ നമ്മൾ ദേവസ്വത്തിന്റെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ IAS വാർത്താ സമ്മേളനം. അങ്ങും കണ്ടതാ, ഞാനും കണ്ടതാ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഏതാണ്ട് 8 കോടിയോളം രൂപ ചെലവഴിച്ചിരിക്കുന്നു. 3,40,00,000 രൂപ അത് ദേവസ്വം ബോർഡിൽ നിന്നാണ്, ദേവസ്വം ഫണ്ടിൽ നിന്നാണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു, സ്പോൺസർമാർ തന്നിരിക്കുന്ന ധനലക്ഷ്മി ബാങ്ക്, അടുത്ത് കേരള ബാങ്ക്, വി.എൻ. വാസവൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കേരള ബാങ്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹകരണ വകുപ്പിന് കീഴിലുള്ള ബാങ്ക് പണം കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് തർക്കമില്ല. പിന്നെ ഗൗതം അദാനിയാണ്, അതെങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ധനലക്ഷ്മി ബാങ്ക് അല്ല, ധനലക്ഷ്മി ബാങ്ക് 2 ലക്ഷം, കേരള ബാങ്ക് 1 ലക്ഷം, ഗൗതം 4 ലക്ഷം. അപ്പോ ഈ 3,40,00,000 രൂപ സംസ്ഥാന ദേവസ്വം ബോർഡിന്റെ പണം. അത് നീലിമ പറഞ്ഞ പോലെ ഈ നാട്ടിലെ ഭക്തന്മാര്, എന്നെ പോലെ അല്ലെ അങ്ങേ പോലുള്ള ഭക്തന്മാർ കൊടുത്ത തുക,
ആ കൊടുത്ത തുക, ഇനി വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ, 45 ദിവസത്തിൽ ഇതിന്റെ മുഴുവൻ കണക്കുകളും രേഖകളും കാണിച്ചിട്ടുള്ള ആ ഓഡിറ്റ് റിപ്പോർട്ടും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്താണ് വന്നിരിക്കുന്നത്? ഇതാണ് നീലിമ നമ്മളെ ഭയപ്പെടുത്തുന്നത്. കുമരകത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച ആളുകളുടെ ചെലവ് മൂന്നാറിൽ വന്ന ഒരാൾ താമസിച്ചിരിക്കുന്നു. ശബരിമലയിൽ നിന്ന് ഇനിയിപ്പോ എങ്ങനെ ഏത് റൂട്ടിൽ വന്നു കഴിഞ്ഞാലും 250 കിലോമീറ്റർ യാത്ര ചെയ്യാതെ മൂന്നാറിൽ വരാൻ പറ്റത്തില്ല. അവിടെ വന്ന് താമസിച്ചതിന്റെ ബില്ല്, ഈ കള്ളക്കണക്കുകൾ മുഴുവൻ. ഇനി ഇതിന്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയാ, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ആളുകളുടെ കണക്ക് അന്ന് നിങ്ങളും പറഞ്ഞ ഞങ്ങളും പറഞ്ഞ 521 ആളുകൾ. ഇനി ബാക്കിയോടെ കൂട്ടിക്കഴിഞ്ഞാൽ 600 ആളുകൾ ഉണ്ടാവും. ഈ വന്നിരിക്കുന്ന ആളുകൾ ആരാ? പക്ഷെ 4000 പേർക്ക് അവിടെ ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. അല്ല, അതെ, അത് രാത്രി 4000 പേർക്ക് ഭക്ഷണം. അല്ല, വൈകിട്ട് ഭക്ഷണമൊക്കെ കുഴിച്ചു മൂടിയത് നമ്മൾ കണ്ടതാണ്. പകല് പങ്കെടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 525 ആളുകളാണ് പങ്കെടുത്തത്. അത് CPM ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാര് പ്ലസ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര് ടാഗ് തിരിച്ച് ഇവരാ വന്നിരിക്കുന്നത്. ഭക്തന്മാരാരും അവിടെ വന്നില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശം ശബരിമലയുടെ വികസനം ആണ്. ശബരിമലയുടെ വികസനമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ശബരിമലയിൽ പോകുന്ന ഭക്തരോട് ചോദിച്ചാൽ പോരെ, അവൻ പറയില്ല എന്താ അവിടുത്തെ പ്രശ്നം, കുടിവെള്ളം സമയത്ത് കിട്ടണം, ഞങ്ങൾക്ക് ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ദർശനത്തിന് എന്താ പറയുക തടസ്സമുണ്ടാകാതെ, ഇതൊക്കെയല്ലേ ശബരിമലയിൽ വേണ്ടത്. അതല്ലാതെ ശബരിമലയിൽ ആകാശ ഊഞ്ഞാലോ അല്ലെങ്കിൽ ഹെലിപ്പാഡ് പണിതോ അല്ലെങ്കിൽ അവിടെ നിന്ന് പളനിയിലെ പോലെ താഴത്തു നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നത് ഇതൊന്നും അല്ല അവിടുത്തെ ഭക്തന്മാര്. അതൊരു കാനന ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ്. മാത്രമല്ല ശ്രീ സേനാപതി വേണു, അങ്ങനെ ഒരു ആഗോള സംഗമമൊക്കെ നടത്തി അയ്യപ്പന്റെ ഖ്യാതി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ എത്തിക്കേണ്ട ആവശ്യം തൽക്കാലം അയ്യപ്പനില്ല. അതൊരു വസ്തുത കൂടിയാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പ് കൂടി ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ആഗോള സംഗമം നടത്തിയിരിക്കുന്നത്. അങ്ങ് ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ പ്ലീസ്, ഒന്ന് കൺക്ലൂഡ് ചെയ്യൂ. അല്ല, ഞാൻ പറഞ്ഞത് ഈ ആഗോള സംഗമം നടത്തി അയ്യപ്പന്റെ ഖ്യാതി വർദ്ധിപ്പിക്കുക, അവിടെ ടൂറിസ്റ്റ് വരേണ്ട സ്ഥലമോ വരുമാനം വർദ്ധിപ്പിക്കേണ്ടതോ അല്ലല്ലോ. അവിടുത്തെ അയ്യപ്പനെ കുറിച്ച് കേട്ടറിഞ്ഞവർ വരും, അതിനൊരു തർക്കവുമില്ല. ഈ കൊല്ലവും നമ്മൾ കണ്ടതാണ്, പ്രതിദിനം 80,000 മുതൽ 1,00,000 വരെ ആളുകളാണ് സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്, അയ്യപ്പന്മാര് ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. അത് അടുത്ത വർഷവും വരും, അതിന് അപ്പുറത്തെ വർഷവും വരും. പക്ഷെ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കനകദുർഗയെയും ബിന്ദു അമ്മണിയെയും രഹന ഫാത്തിമയും തൃപ്തി ദേശായിയും ഒക്കെ അവിടെ കയറ്റി ആചാര ലംഘനം നടത്തിയ ആളുകൾക്ക് ഭക്തരുടെ മനസ്സിൽ ഇവരോടുണ്ടായ വിരോധം അതൊന്ന് തീർക്കുന്നതിന് ഒരു കുറുക്കുവഴി, ആ കുറുക്കുവഴിക്ക് കണ്ട പേരെന്താണ്, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സംഗമം. അതായത് ചുരുക്കി പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയ ഗെയിമിങ്സ് ആണ് നമ്മൾ പമ്പാ തീരത്ത് അന്ന് കണ്ടത്.